നമസ്കാരം പ്രിയമുള്ളവരെ. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് തുർക്കിയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഖത്തറിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരുന്നു. അതുകൊണ്ടാണ് ഖലീൽ അൽ ഹയയും അതുപോലെയുള്ള ഹമാസിന്റെ നേതാക്കന്മാരെയും ഒക്കെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റുവാൻ കഴിഞ്ഞത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഈ ആക്രമണം ഉണ്ടായി 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതിനെക്കുറിച്ച് ഒരു അറിയിപ്പ് ഖത്തറിനുണ്ടാകുന്നത് എന്ന രീതിയിൽ ഖത്തറി പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രതികരണം ഉണ്ടാകുകയാണ്. അതായത് ആക്രമണം നടന്നതിന് ശേഷമായാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇതിനെക്കുറിച്ച് ഒരു അറിയിപ്പുണ്ടായത്. മുന്നറിയിപ്പ് എന്ന് പറയാൻ പറ്റില്ല, മുന്നറിയിപ്പാണെങ്കിൽ മുന്നേ കൊടുക്കുന്ന അറിയിപ്പായിരിക്കണമല്ലോ. ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള അറിയിപ്പാണ് ലഭിച്ചത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. എന്തായാലും തുർക്കിയുടെ ഇന്റലിജൻസ് വിഭാഗം നൽകിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഹമാസിന്റെ നേതാക്കന്മാർക്കൊക്കെ മാറുവാൻ കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. പ്രത്യേകിച്ചും ഒരു ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ ചർച്ചാവേദിയിലേക്ക് ആക്രമണം നടത്തുക, അത് വല്ലാത്ത ഒരു ചെയ്ത്തായി പോയി എന്ന രീതിയിലുള്ള വിലയിരുത്തൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. തുർക്കി കൂടി ഇപ്പോൾ ഇസ്രായേലിന്റെ ടാർഗറ്റിൽ വരുന്ന ഒരു രാജ്യമാണോ എന്ന രീതിയിലുള്ള ചില വിശകലനം വരുന്നുണ്ട്. കാരണം തുർക്കിയിലും ഹമാസിന്റെ ചില നേതാക്കന്മാർ അഭയം തേടിയിട്ടുണ്ട്, രാഷ്ട്രീയ അഭയം തേടിയിട്ടുണ്ട്. അവരെയും ഇസ്രായേൽ ലക്ഷ്യമാക്കുമോ എന്ന രീതിയിലുള്ള ചില ചർച്ചകളും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. പ്രത്യേകിച്ചും തുർക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി ബങ്കറുകൾ നിർമ്മിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് തുർക്കി ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എന്ന് വ്യക്തമാവുകയാണ്. തുർക്കിയിൽ അഭയം തേടിയ ഹമാസിന്റെ നേതാക്കന്മാരെ, കാരണം ഹമാസിനെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്നതായിരിക്കുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. പക്ഷേ തുർക്കി ആക്രമിച്ചാൽ അത് എത്രത്തോളം ഇസ്രായേലിന് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. കാരണം തുർക്കി കുറച്ചുകൂടി ഇറാനേക്കാളും കുറച്ചുകൂടി ശക്തമായ രാജ്യമാണ്, നാറ്റോയിൽ അംഗമാണ്. നാറ്റോയിൽ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈനികർ സംഭാവന നൽകുന്ന രാജ്യമാണ് തുർക്കി. അപ്പോൾ ഇസ്രായേൽ തുർക്കി ആക്രമിച്ചാൽ ആക്രമണത്തിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന വലിയ വിശകലനം നടക്കുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ ആകെ വിരളി പിടിച്ചു നടക്കുന്ന ഒരു സന്ദർഭമാണിത്. ചുറ്റുപാടുമുള്ള ഈ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സൈനികവും സാമ്പത്തികവുമായ വളർച്ച ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഖത്തർ നമ്മൾ പറയുന്നത് പോലെ ചെറിയൊരു മീനല്ല. ഖത്തർ അത്രമാത്രം സാമ്പത്തിക ശക്തിയാണ്, സ്രോതസ്സാണ്. അമേരിക്കയിലെ മിക്ക യൂണിവേഴ്സിറ്റികളെയും സ്പോൺസർ ചെയ്യുന്നത് ഖത്തറാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല ലോകത്തെ ഏറ്റവും പ്രമുഖരായ ഫുട്ബോൾ ക്ലബ്ബുകളുടെ ഒക്കെ സ്പോൺസർമാർ ഇപ്പോൾ ഖത്തറി അറബികളാണ്. മാത്രമല്ല ഖത്തർ വലിയ രീതിയിൽ ഫണ്ടിങ് ചെയ്യുന്ന രാജ്യമാണ്. ലോകത്തെ സമ്പത്തിന്റെ ഏകദേശം 35% നിയന്ത്രിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളാണ്. അതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആ രാജ്യത്ത് ഇത്തരം രാജ്യങ്ങൾ നേടുന്ന സാമ്പത്തികവും ഒപ്പം ഇറാന്റെ ഭാഗത്ത് നിന്ന് സൈനികമായി അവർ പുരോഗതിയിലേക്ക് നീങ്ങുകയാണ്. അവരുടെ ഡ്രോണുകൾ ഒക്കെ അത്യന്താധുനികമാണ്. മിക്കപ്പോഴും ഇസ്രായേലിന് അതിന്റെ പ്രഹരണത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവം അനുഭവിച്ചറിയുവാനും സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ ഒരു ഘട്ടത്തിലേക്ക് തള്ളിവിടുന്നു. ആ പ്രദേശങ്ങളിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സൈനികമായും മറ്റുള്ള രാജ്യങ്ങളെ സാമ്പത്തികമായും തകർത്താൽ മാത്രമേ ഇസ്രായേലിന് നിലനിൽപ്പുള്ളൂ എന്ന തോന്നൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഉടലെടുത്തിട്ടുണ്ട്. അതാണ് ഇത്തരം പരാക്രമങ്ങൾ കാണിക്കുന്നത് എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങൾ പുറത്തു വരികയാണ്. മറ്റൊന്ന്, ഈ ലോകകപ്പ് ഫുട്ബോളിന്റെ യോഗ്യതാ റൗണ്ടിൽ 4-നെതിരെ 5 ഗോളുകൾക്ക് ഇറ്റലി ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞതിന് ഇറ്റലിയുടെ കോച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ എന്ന വാർത്തകൾ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. നിരന്തരം കുട്ടികളെ കൊല്ലുന്ന ഒരു രാജ്യത്തിനെതിരെ വിജയിക്കുവാൻ കഴിഞ്ഞത് തന്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഇറ്റലിയിലെ ഫുട്ബോൾ കോച്ച് വിശേഷിപ്പിക്കപ്പെടുന്നു. അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. തനിക്ക് തന്റെ ഈ കരിയറിൽ ഏറ്റവും മികച്ച പ്രകടനമായി തോന്നുന്നത് കുട്ടികളെ മുൾമുനയിൽ നടത്തുന്ന ഒരു രാജ്യത്തിനെതിരെ നേടിയ വിജയമാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുന്നു. മാത്രമല്ല ഈ സമ്മാനദാന ചടങ്ങുകളിലൊക്കെ ഇസ്രായേലിന്റെ ദേശീയ ഗാനം മുഴങ്ങിയപ്പോൾ ഈ ഇറ്റാലിയൻ കളിക്കാർ പുറംതിരിഞ്ഞു നിന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ സാമാന്യ ജനങ്ങൾ നല്ലൊരു വിഭാഗവും ഇസ്രായേലിന്റെ സയനിസ്റ്റ് മനോഭാവത്തിനെതിരെ പ്രതികരിച്ചു തുടങ്ങുന്നു എന്നത് ഇത്തരം നിലപാടുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ ഫുട്ബോൾ മാച്ചായാലും അതുമായി ബന്ധപ്പെട്ട കായിക മേളകൾ ഒക്കെ നടക്കുന്ന ഇടങ്ങളിലൊക്കെ ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു എന്നത് വലിയ വസ്തുതയാണ്. അതായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഇസ്രായേലുമായി വലിയ രീതിയിൽ
സാമ്പത്തിക സൈനിക സഹകരണം ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ സാധാരണ ജനങ്ങൾ അവർ ഇസ്രായേലിന്റെ ഈ ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വാസ്തവം. മറ്റൊരു കാര്യം കൂടി ഈ അവസരത്തിൽ ചർച്ച ചെയ്യുകയാണ്. കാരണം നമ്മൾ മിക്കപ്പോഴും പറയാറുള്ളത് റഷ്യയുടെ ഒരു ഇടപെടൽ ഇറാൻ അനുകൂലമായി ഒരുപക്ഷെ ഇസ്രായേൽ ഉണ്ടായേക്കാമെന്നതാണ്. അതിനുള്ള സാധ്യതകൾ ചില മാധ്യമങ്ങൾ തള്ളിക്കളയുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് റഷ്യൻ ജൂതന്മാരാണ് ഇസ്രായേലുള്ളത്. ഇസ്രായേലിൽ പൗരത്വവും റഷ്യയുടെ പൗരത്വവും, നമുക്കറിയാം ഇസ്രായേൽ ഇരട്ട പൗരത്വം അനുവദിക്കുന്ന രാജ്യമാണ്. അങ്ങനെ റഷ്യയുടെ പൗരത്വവും ഇസ്രായേലി പൗരത്വവുമുള്ള ലക്ഷക്കണക്കിന് ജൂതന്മാരുണ്ട് റഷ്യൻ ഭാഷ സംസാരിക്കുന്നത്. അവർക്കെതിരെ റഷ്യ ഒരു ആക്രമണത്തിന് മുതിരില്ല എന്ന രീതിയിൽ ഈ അടുത്ത സമയത്ത് റഷ്യൻ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നതായി മാധ്യമങ്ങൾ ഇത്തരണത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അതായത് റഷ്യ ഒക്കെ പറയുമെങ്കിൽ പോലും ഈ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ആ പ്രദേശത്ത് അമേരിക്കക്കെതിരെ ഒരു സഹായി എന്ന രീതിയിൽ ഇറാനെ കൂട്ടുന്നതിനപ്പുറം ഒരു ക്രിയാത്മകമായ ഇടപെടലുകൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.